പറയാം. ഹല്ലേലൂയ, ആമേൻ. ദൈവനാമത്തിന് അങ്ങയുടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വീണ്ടും ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇന്ന് സന്ധ്യാസമയം ദൈവത്തിൻ്റെ പാദത്തിൽ അരിപ്പാനായിട്ട് ദൈവം ഒരുക്കിയ നല്ല അവസരത്തെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഉപവാസത്തോടെ കന്നുകൊണ്ട് നിൽക്കുന്നതായ ശ്രേഷ്ഠമായ ദൈവദാസന്മാർ, അതുപോലെ തന്നെ എല്ലാ ദൈവജനം ഏവരെയും ഞാൻ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓരോരുത്തരും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് പകലും ഇന്ന് രാത്രിയും നമ്മുടെ മധ്യത്തിൽ ദൈവജനം സൂക്ഷിപ്പാനായിട്ട് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഫാസ്റ്റർ എ ജി ചാക്കോയാണ്. അദ്ദേഹത്തെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ ഈ മീറ്റ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. തുടർന്നുള്ള സമയം നമുക്ക് വളരെ പ്രാർത്ഥനയുടെ ആയിരിക്കാം. ഇത് കർത്താവിൻ്റെ ദാസനെ സൃഷ്ടിക്കായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലിയ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ സ്നേഹവന്ദനത്തെയും അറിയിക്കുന്നു. PMG സഭകളുടെ ഇൻ്റർനാഷണൽ പ്രസിഡൻ്റായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ ജോസഫ്, ഇവിടെ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ഷിജു, എനിക്ക് ഒരുപാട് ബഹുമാനവും സ്നേഹവും ഉള്ള മുതിർന്ന കർത്തൃദാസന്മാർ ടേപ്പ് സാറിനെ ഓർക്കുന്നു, ജോർജ് സാറിനെ ഓർക്കുന്നു, ഐസക് സാറിനെ ഓർക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ഒരിക്കൽ കൂടെ കർത്താവിനെ നന്ദി കരേറ്റിക്കൊണ്ട് ഇന്ന് രാവിലെ കാലം വായിച്ച വേദവാക്യം തന്നെ ഒരിക്കൽ കൂടെ വായിക്കുന്നു. പത്രോസിൻ്റെ അപ്പസ്തോല പ്രവൃത്തികൾ 3-ാം അധ്യായം, അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. അപ്പസ്തോല പ്രവൃത്തി 3-ാം അധ്യായം മതി. രാവിലെ വായിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ തൊക്കൊണ്ടുകൂടിയായി തീർന്നു. അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ തൊക്കോണം യേശുവിൻ്റെ നാമത്തിന് സാധ്യമായി തീർന്നു. നമ്മുടെ ശൈലികൾക്ക് വ്യത്യാസം വരുത്തുവാൻ യേശുവിൻ്റെ നാമത്തിന് സാധ്യമായി തീർന്നു. നമ്മുടെ മേലുള്ള ബന്ധനങ്ങൾ അഴിയപ്പെടുവാൻ തക്കവണ്ണം ആത്മാവിൻ്റെ കൃപയും വരവും പ്രാപിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ ദാസന്മാർ ശാസിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് അവൻ്റെ നാമമാണ്. രോഗത്തിൻ്റെ നടുവിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത് അവൻ്റെ നാമമാണ്. ലോകത്തിലുള്ള എല്ലാ നാമങ്ങളെക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന എന്ന് പറഞ്ഞ് പ്രസ്താവിച്ചിരിക്കുന്ന ഈ വാചകങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതിൻ്റെ 21-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് 41.5 വർഷമാകുന്നു. ശുശ്രൂഷയിലായിട്ട് 26 വർഷമാകുന്നു. ഇത്രത്തോളം കർത്താവ് പരിപാലിപ്പാൻ തൊക്കൊണ്ടുകൂടെ ആയി തീർന്നു. ഞാൻ ഇറങ്ങിയ കാലഘട്ടങ്ങളിൽ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ 2-3 പ്രവചനങ്ങൾ ഞാൻ ഈ കാലത്ത് എവിടെ ഒരു ശുശ്രൂഷയ്ക്ക് പോയാലും അത് വിളിച്ചു പറയാറുണ്ട്. ആദ്യം കേട്ട പ്രവചനവാക്യം, ഞാൻ നിന്നെ വാലല്ല തലയാക്കും. ദൈവത്തിന് സ്തോത്രം. അത് വാലും തലയൊന്നും അറിയാത്ത കാലഘട്ടത്തിലും അത് അതുപോലെ അങ്ങ് സ്വീകരിപ്പാനിടയായി തീർന്നു. ദൈവം അതുപോലെ നടത്തി തരുവാനിടയായി തീർന്നു. രണ്ടാമത് കുറച്ചുകൂടെ പ്രോത്സാഹനജനകമായത്, വലിയ പ്രത്യാശയ്ക്ക് കാരണമായി തീരുവാനിടയായി തീർന്ന ഭൗതിക പ്രവചനമാണ്. പെരിങ്ങര എന്ന് പറയുന്ന കുഗ്രാമത്തിൽ നിന്ന് അധികം ദൂരെയൊന്നും പോയിട്ടില്ലാത്ത, കേരളത്തിൽ തന്നെ കിട്ടിയ ഒരു ജോലി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ദൈവാത്മാവിൽ കൂടെ പ്രവാചക ശബ്ദം കേൾക്കുവാനിടയായി തീർന്നു. ഞാൻ നിന്നെ കടലുകൾ കടത്തി അപ്പുറത്ത് വിടും. അന്ന് കണ്ടിട്ടുള്ള ഒരു കടലിൻ്റെ ഭാഗം തിരുവനന്തപുരത്തു നിന്നൊന്നും വന്നിട്ടില്ല. ആലപ്പുഴയുടെ ഭാഗത്തുള്ള കടൽ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പുറം കടക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല, എങ്കിലും ദൈവത്തിന് മക്കളെ അതെ സാധ്യമായി തീരുവാനിടയായി തീർന്നു. പിന്നെ കുറച്ചുകൂടെ കൂടിയതായിരുന്നേ
മഞ്ഞ് പെയ്യുന്ന നാട്ടിലൊക്കെ അയക്കുമെന്ന്. പ്രൈസ് ഗോഡ്. അതും കാണുവാൻ തൊക്കെ ഇടയായിത്തീരുന്നത്. പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു പ്രവചനം പറഞ്ഞ് പിറ്റേ ദിവസമോ അന്ന് തന്നെ നടന്നാൽ പ്രവാചകന്റെ ശുശ്രൂഷ വർദ്ധിക്കുവാൻ തൊക്കെ ഇടയായിത്തീരും. 40 വർഷത്തിന് ശേഷമാണ് നടക്കുന്നതെങ്കിൽ അധികം പേരും ഓർക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഏത് പ്രായത്തിൽ എപ്പോഴെങ്കിലും ആകട്ടെ ഒരു ശബ്ദം പ്രവാചക രൂപത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെഡ് ബോഡി സെമിത്തേരിയിലേക്ക് എടുക്കുന്നതിന് മുമ്പേ അത് നടക്കുമെന്ന് വിശ്വസിക്കുവാൻ അവൻ്റെ നാമത്താൽ നമുക്ക് സാധ്യമാക്കി തീർത്ത ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ തൊക്കവണ്ണം ഇടയായി തീരട്ടെ. ഇവിടെ 22-ാമത്തെ വാക്യം പറയുമ്പോൾ, ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. ഈ പറയുന്ന ആളിനെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ ആളിനേക്കാൾ ഒരു അല്പം കൂടെ പരിചയം അദ്ദേഹത്തെ വെള്ളത്തിൽ ഒഴുക്കി വിട്ട ഒരു സഹോദരിയുടെ നെഞ്ചിൻ്റെ അകത്തുള്ള പടപട എന്നുള്ള ശബ്ദം ഒരു നിമിഷത്തേക്കൊന്ന് ഓർക്കണം. ഒരു നായങ്കണപ്പേടകത്തിൻ്റെ അകത്ത് എന്തും സംഭവിക്കട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വിചാരിച്ചുകൊണ്ട് ഒഴുക്കി വിടുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ള 100 ചിന്തകളാൽ നിൽക്കുമ്പോൾ, ദൈവത്തിന് മകളെ, ആ പേടകം അടുപ്പിക്കേണ്ടുന്നിടത്ത് സ്വർഗത്തിലെ അപ്പച്ചൻ അടുപ്പിക്കുകയും കൊന്നുകളയുമെന്ന് പറയുന്ന വിളംബരം പ്രഖ്യാപിച്ച കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിൽ ഒരു രാജകുമാരനെ പോലെ ജീവിച്ചു വളരുവാനിടയായി തീർന്നെങ്കിൽ, വാഗ്ദത്തം ഇന്ന് രാത്രി നിന്റെ മേൽ കിടക്കുന്നുണ്ടെങ്കിൽ, വെള്ളത്തിൽ കൂടെ ഒഴുക്കി വിട്ടാലും വാളിൻ്റെ വായ്ത്തലയുടെ മുമ്പിൽ നിന്നാലും ദൈവത്തിൻ്റെ മക്കളെ, വാക്ക് പറഞ്ഞവൻ വിശ്വസ്തൻ. ഒരിക്കലും മാറ്റമില്ലാത്ത വാക്കുകളാൽ ഈ രാത്രിക്കാലം നമ്മളെ അനുഗ്രഹിക്കുവാൻ ശക്തനായിരിക്കുന്ന ഒരു കർത്താവ് കടന്നു വന്നിട്ടുണ്ട് എന്ന് വിശ്വസിപ്പാൻ തൊക്കോണം ഇടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ബാക്ക് ഹിസ്റ്ററിയോ ഇന്നത്തെ ഹിസ്റ്ററിയോ ഒന്നും തമ്പുരാന് വിഷയമല്ല. അപ്പോസ്തല പ്രവൃത്തി തുടർന്ന് അതിൻ്റെ അപ്പുറത്തൊക്കെ വായിക്കുമ്പോൾ അവന് സന്തതി ഇല്ലാതിരിക്കെ, അബ്രഹാമിൻ്റെ ചരിത്രമാണ്. പ്രൈസ് ഗോഡ്. 75 വയസ്സ് പ്രായമുള്ള ഒരു വൃദ്ധൻ എന്നെക്കാൾ ഒരു 8 വയസ്സും കൂടെ കൂടുതൽ പ്രായമുള്ള വൃദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യനോട് പറഞ്ഞു, ഒരു തലമുറ എന്ന് പറയുന്ന ഒരു ചിന്ത പോലും അകത്തില്ലാതിരിക്കുമ്പോൾ വൃദ്ധനെ നോക്കി പറയുകയാണ്, നിന്റെ മക്കൾക്ക് ഞാൻ ഈ പ്രദേശം, നീ നിൽക്കുന്ന ഈ സ്ഥലം മുഴുവൻ കൊടുക്കാൻ പോന്നു. പ്രൈസ് ഗോഡ്. തലമുറ ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയും ഇല്ലാതെ ഇരിക്കെ നിർജീവമാകുന്ന ശരീരത്തിൻ്റെ അകത്തിരിക്കുന്ന അതുപോലെ തന്നെയുള്ള ഒരു മനസ്സിന്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ കിഴക്കോട്ടും പടിഞ്ഞാട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നിന്റെ കണ്ണെത്തുന്ന ദൂരത്തിലുള്ള മുഴുവൻ പ്രദേശങ്ങളെയും നിന്റെ തലമുറകൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ, ഈ രാത്രികാലം ദൈവത്തിന്റെ പൈതലേ, നിന്റെ സൈക്കോളജി, നിന്റെ സയൻസും എല്ലാം മാറ്റിവെച്ചിട്ട് സർവശക്തനാകുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ സന്ദേശത്തെ വിശ്വസിക്കുവാൻ ഇടയായി തീർന്നാൽ, അവൻ പറഞ്ഞതുപോലെ തന്നെ ഈ രാത്രിയല്ല വരുന്ന ദിവസങ്ങളിൽ നടക്കുവാൻ ഇടയായി തീരും. പ്രൈസ് ഗോഡ്. ഉടാരാബ ദേബ ജംബാരാബ അബ്ദാ ബൗഡാദിരാദബൽ കൗഡേ. അതവിടെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. അബ്രഹാമിനെ ഇടയ്ക്ക് എവിടെങ്കിലും വെച്ച് കണ്ടാൽ ചോദിക്കാം, ഈ വലിയ ഭാരിച്ച സ്വത്തുകളുടെയും ഈ കാണുന്ന എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനാകുവാൻ തക്കോണം എന്തോ ഉണ്ടായിരുന്നു മൂലധനം, എന്തോ ഉണ്ടായിരുന്നു ഇൻവെസ്റ്റ്മെൻറ്റ്. അബ്രഹാമിന് ഇത് രണ്ടും മനസ്സിലാകത്തില്ല. മൂലധനവുമില്ല, ദൈവത്തിൻ്റെ മക്കളെ മറ്റ് യാതൊരു എമൗണ്ടും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല, ക്യാപിറ്റൽ എമൗണ്ട് ഇല്ല, ഗ്രോസ് ഇൻകം ഇല്ല, ഒന്നുമില്ല. എന്നാൽ വേണമെങ്കിൽ തല ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രികാലം പറയും,
ഒരു ശബ്ദമായിരുന്നു എൻ്റെ മൂലധനം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ, അബ്രഹാമേ, നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ആ ദേശത്തേക്ക് പോവുക. ഇവിടെ ഇരിക്കുന്ന ബുദ്ധിയുള്ള ദൈവത്തിൻ്റെ മക്കളെ, നമ്മളെ ന്യായമായിട്ട് കർത്താവിനോട് ചോദിക്കാൻ ഇന്ന് രാത്രി ഒരു ചോദ്യമുണ്ട്. കർത്താവേ, ഞങ്ങൾ ഈ ഹോളിൻ്റെ അകത്തുനിന്ന് മുകളിലേക്ക് കയറി ലെഫ്റ്റിലോട്ടൊരല്പം നടന്ന് ജോർജ് സാറിൻ്റെ വീടിൻ്റെ ആ മൂലയ്ക്ക് ചെന്നിട്ട് ഞങ്ങൾ ആ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൻ്റെ അവിടെ ചെന്നിട്ട് പടിഞ്ഞാട്ട് പോകണോ കിഴക്കോട്ട് പോകണോ അത്രയെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അബ്രഹാം നമ്മുടെ അത്രയും ബുദ്ധിയുള്ളവനല്ലായിരുന്നത് കൊണ്ട് പറഞ്ഞവൻ്റെ ശബ്ദത്തെ ഫോളോ ചെയ്തു. ലോകം കണ്ട ഉന്നതന്മാരാകുന്ന, ശക്തന്മാരാകുന്ന, പേരെടുത്ത രാജാക്കന്മാരെക്കാൾ സമ്പന്നനായി തീരത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനെ സമ്പന്നന്മാരിൽ സമ്പന്നനാക്കി തീർക്കുവാൻ ഇടയായി തീർന്നത് വ്യവസായം ചെയ്യുവാനുള്ള കഴിവോ മിടുക്കമൊന്നുമല്ല, ദൈവത്തിൻ്റെ ശബ്ദത്തെ ഫോളോ ചെയ്യുവാൻ. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പൈതലെ നിനക്ക് കഴിയുമെങ്കിൽ അവൻ ഇന്ന് രാത്രികാലം പറയുന്നു, അസാധ്യമായതിനെ, നിങ്ങൾക്ക് കഴിയാത്തത് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ അതിനെ നിവർത്തിച്ച് തരിക തന്നെ ചെയ്യും. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ബൂഡാരാബ ദേബ ജംബാരാബ. ഹല്ലേലൂയ. രക്തത്താൽ ജയം. ഇന്ന് വരെ നീ തോറ്റെടുത്ത് നിന്ന് ഈ രാത്രികാലം ഒന്ന് തുടങ്ങാം. തോറ്റിട്ട് പുറകോട്ട് പോകുകയല്ല, തോറ്റ പോയിന്റിൽ നിന്ന് ഈ രാത്രികാലം തുടങ്ങാം. പ്രൈസ് ഗോഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ പൗലോസ് എടുത്ത ആഠ്യത്വമുള്ള ചില വാക്കുകൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ, രണ്ടും രണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിന് സ്തോത്രം. എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, തമാശയായിട്ടൊന്നുമല്ല, കാര്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെന്ന് താമസിക്കുന്ന വീട്ടിലെ ആളുകളുമായിട്ടൊക്കെയുള്ള നല്ല ബന്ധത്തിൽ ഇവിടെ ഇരിക്കുന്ന, ഞാൻ മുമ്പേ പേര് പറഞ്ഞ എല്ലാ കർത്താവിൻ്റെ ദാസന്മാരുടെയും വീടുകളിൽ ഒത്തിരി ദിവസങ്ങൾ ഈ തിരുവനന്തപുരം പട്ടണത്തിൽ വന്ന് പാർത്തിട്ടുണ്ട്. ഇപ്പോഴും അതുപോലെ പലയിടത്തും നിന്ന് പാർക്കുന്നുണ്ട്. പാസ്റ്റർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം മോനോടാണോ മോളോടാണോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഏകതെല്ലാം പറഞ്ഞ ഒറ്റ ഉത്തരമേ ഉള്ളൂ, എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് എന്നോട് തന്നെയാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ ഭാര്യയോടും പിള്ളേരോടും കൊച്ചുമക്കളോടുമെല്ലാം. എന്നാൽ പൗലോസ് പറയുന്നത് എന്നോടോ ഭാര്യയോടോ മക്കളോടുള്ള സ്നേഹമല്ല, അതിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, എല്ലാറ്റിനേക്കാളും ഉപരി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ആരാണ്ട് പറഞ്ഞിട്ട് ഏതാണ്ട് കേട്ടോണ്ട് ഇതിൻ്റെ അകത്തോട്ട് വന്നവരല്ല, യഥാർത്ഥമാകുന്ന ഒരു ശബ്ദം ഹൃദയത്തിന്റെ ഉള്ളറകളിൽ പ്രവർത്തിക്കുവാൻ ഇടയായിത്തീർന്നപ്പോൾ എനിക്കിന്ന് രാത്രി കൺഫർമേഷൻ ഉണ്ട്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ. പ്രൈസ് ഗോഡ്. ഞങ്ങൾ ഒത്തിരി ദൂരെയാണെങ്കിലും മലയാളം വാർത്തകൾ കിട്ടുന്നതൊക്കെ വായിക്കും, കാണാവുന്നതൊക്കെ കാണും. പ്രൈസ് ഗോഡ്. രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം, ഒരു കതറുടുപ്പും കതറുമുണ്ടും ഒക്കെ ഉടുത്ത ചോട്ട നേതാക്കന്മാർ വരെ തമ്പടിക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. കേരള സ്റ്റേറ്റിലുള്ളതിൽ വെച്ച് ഏറ്റവും അധികം ഗുണ്ടകളുള്ള ഒരു സ്ഥലം, ഒത്തിരി എഞ്ചിനീയർമാരും സയൻറ്റിസ്റ്റും വ്യാപാരികളും ഒക്കെ ഉള്ളതായിട്ടുള്ളൊരു സ്ഥലം. അവർക്കാർക്കും പറയാനില്ലാത്ത ഒന്ന് നമുക്ക് പറയാം, നിർണയപ്രകാരം ഞങ്ങളെ വിളിച്ചു. ഈ നാട് ഭരിക്കുന്ന മന്ത്രിമാർക്ക് കേൾക്കാത്തൊരു ശബ്ദം ഞങ്ങൾ കേട്ടു. ഇവിടുത്തെ ഗുണ്ടാകൾക്ക് മനസ്സിലാകാത്ത ചില ശബ്ദം ഞങ്ങൾ കേട്ടു. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമാകുന്ന ഹോസ്പിറ്റലുകളിൽ ഈ പട്ടണത്തിലുണ്ട്. പ്രൈസ് ഗോഡ്. എൻ്റെ ഒരു നല്ല കുടുംബ സുഹൃത്തിൻ്റെ മകൻ ഞങ്ങളോടും നിങ്ങളോടും ദൈവത്തോടുമുള്ള സ്നേഹത്തിൽ
ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട് ഡോക്ടർ ചെറിയാൻ തമ്പി. നിങ്ങളുടെ നാട്ടിലാണ് ഇനി കുറേ കാലത്തേക്ക്. കിംസ് ഹോസ്പിറ്റലിൽ അദ്ദേഹം ജോലി ചെയ്യുന്നു. ഇന്നിവിടെയുള്ള ആരാധനയിൽ പങ്കെടുക്കുവാൻ കടന്നു വന്നിരിക്കുന്നു. ഇവിടെ ഇത്രയും ഫെസിലിറ്റികൾ ഇവിടെ ഉള്ളപ്പോൾ നമ്മളുമൊക്കെ ആശുപത്രിയിൽ കിടന്നിട്ടുണ്ട്. നമ്മളെ അതുവഴി മോർച്ചറിയിലേക്കും അതുവഴി സെമിത്തേരിയിലേക്കും കൊണ്ടുപോകാതെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് കിട്ടിയ സൗഖ്യം, ആരോഗ്യം, നന്മ കർത്താവ് തന്നെ ഇന്ന് രാത്രികാലം ഇവിടെ കൊണ്ടുവന്നെങ്കിൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ. ബാക്കി പറയുമ്പോൾ കൈ ഉയർത്തി കർത്താവിനെ സ്തുതിക്കണം. സകലതും ഇമ്പോസിബിൾ എന്ന് ഈ ലോകം പറയുന്ന സകല വിഷയത്തിന് മേലും നന്മയ്ക്കായി കൂട്ടി വരുത്തുവാൻ കഴിയുന്ന ശക്തനായിരിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ലജ്ജ കൂടാതെ വിളിച്ചു പറയുവാനിടയായി തീരണം. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കിരാതമാകുന്ന ജയിലറകൾ ഇന്നത്തേതല്ല, പണ്ടത്തെ. പ്രൈസ് ഗോഡ്. റോമൻകാർ ഭരിക്കുന്ന, റോമൻ സാമ്രാജ്യ ശക്തികൾ ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങളിലെ തടവറകൾ ഏറ്റവും വലിയ മൃഗീയമായിരുന്നു. പഴുതാരയും പല്ലിയും ഓന്തും പാമ്പും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ അകത്ത് കിടന്നുകൊണ്ട് ഒരു മനുഷ്യൻ ലേഖനം എഴുതുന്നു ഫിലിപ്പിയർക്ക്. അവിടുത്തെ റോമാ ഗവൺമെൻറ്റിൻ്റെ കിരാത ഭരണമല്ല അവിടുത്തെ ആർട്ടിക്കിൾ, അവിടുത്തെ പട്ടിണിയല്ല വിഷയം, വളിച്ച ഭക്ഷണമല്ല, വെള്ളം കുടിക്കാനില്ലെന്നുള്ളതല്ല, ഇരുട്ടത്ത് വെളിച്ചം കാണിക്കാൻ ഒരു വിളക്കില്ലെന്നുള്ളതല്ല, ഇല്ലായ്മകളുടെ പട്ടികകളല്ല അവിടെ. അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നു, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട്, സമൃദ്ധിയായിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ മക്കളെ, കാരാഗ്രഹത്തിന്റെ ചുട്ടുപൊള്ളുന്ന അനുഭവത്തിൽ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എഴുതുവാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നെങ്കിൽ. ഇന്ന് രാത്രി ഒരു 100 കിലോ ടെൻഷനും കൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അസാധ്യമെന്ന് തോന്നുന്ന വിഷയവുമായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, എന്നെ ശക്തനാക്കുന്ന ദൈവം ഇന്ന് രാത്രിക്കാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എന്റെ യഥാർത്ഥ ഭാരവാഹി ഇവിടെ വന്നിട്ടുണ്ട്. എന്റെ മുറിവുകളെ ഉണക്കുന്നവൻ രക്തത്താൽ ജയം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അമേരിക്കയിലെ സായിപ്പുമാരൊക്കെ പ്രസംഗിക്കുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ എറിഞ്ഞ് കളിക്കുന്നത് അവരുടെ രസമാണ്. അതിൻ്റെ അകത്ത് ഒത്തിരി സൈക്കോളജി ഉണ്ട്. പ്രൈസ് ഗോഡ്. അവർ 20 മിനിറ്റ് 25 മിനിറ്റ് 30 മിനിറ്റുകളിലൊന്നും പ്രസംഗിക്കത്തില്ല. ഈ 30 മിനിറ്റും ഈ ഓഡിയൻസ് മുഴുവൻ അവരിലായിരിക്കും, ഈ പ്രാസംഗികൻ അവരുടെ ഇടയിലും ആയിരിക്കും. നമ്മുടെ സ്റ്റൈലല്ല. പ്രൈസ് ഗോഡ്. അവരെറിയുന്ന ഒരു ചോദ്യം ഞാൻ പറയാം. ഹൂ ഈസ് ദ ചീഫ് ഗസ്റ്റ് ഓഫ് ടുഡേയ്സ് മീറ്റിംഗ്? ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥി ആരാണ്? ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സ് മുതൽ റെഡിമെയ്ഡ് ആൻസർ ഉണ്ട്. ഒരു 10% വോട്ട് എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നു. എ.ജി. ചാക്കോ എന്ന് പറയുന്ന തിരുവല്ലയിൽ നിന്ന് പാസ്റ്റർ. ഒരു 40% ആളുകൾ പറയും നോ നെവർ. ഞങ്ങളുടെ ഇൻ്റർനാഷണൽ പ്രസിഡന്റ് കെ ജോസഫ് സാർ. വേറെ കുറച്ച് പേര് പറയും ഞങ്ങളുടെ നല്ല ഗൗരവക്കാരനും അപ്പോൾ തന്നെ ആത്മീയ ശുശ്രൂഷകൾ മുൻപിൽ നിൽക്കുന്ന ഷിജു പാസ്റ്റർ. കുറച്ച് പേര് പറയും അല്ല ജോർജ് സാറാണ്, പ്രൈസ് ഗോഡ്, ഇട്ടിയായി സാറാണ്. സായിപ്പ് ഇതൊന്നും സമ്മതിക്കത്തില്ല. സായിപ്പ് പറയും നെഞ്ചത്തോട്ട് കൈയൊന്ന് വെച്ച്, എല്ലാവരും ഒന്ന് വെച്ച്, സായിപ്പല്ല ഈ സായിപ്പാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. I am the chief guest of today's meeting. ഇന്നത്തെ ഏറ്റവും അതിപ്രധാന വ്യക്തി ഞാനാണ്.
This meeting is conducted only for me. ഈ 17ാമത്തെ ഉപവാസ പ്രാർത്ഥനയുടെ രാത്രിയുടെ മീറ്റിംഗ് എനിക്ക് വേണ്ടിയാണ് നടത്തുന്നതെന്ന് വിശ്വസിക്കുന്നവർ, ഈ രാത്രി ലോകത്തിലുള്ള ആരെയും വിടുവിച്ചില്ലെങ്കിലും ഇന്ന് രാത്രി അവൻ നിന്റെ കെട്ടുകളെ അഴിക്കുവാൻ തക്കവണ്ണം രക്തത്താൽ ജയം. അവൻ നിന്റെ ബന്ധനങ്ങൾ അറിയുന്നു, അവൻ നിന്റെ ഭവനത്തിന്റെ കെട്ടുകൾ അറിയുന്നു, നിന്റെ ശൂന്യതകൾ അറിയുന്നു, നിന്റെ പിരിമുറുക്കങ്ങൾ അറിയുന്നു. ഈ മീറ്റിംഗ് നിനക്ക് വേണ്ടിയാണ്. അതിൻ്റെ അകത്ത് വേറെ ഒരു വലിയ തത്വശാസ്ത്രം കൂടെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ അടുത്തിരിക്കുന്ന ആളുകൾ കൈകൊട്ടിയില്ലെങ്കിലും I have no problem, because this meeting is for me. എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന അച്ചായൻ സ്തോത്രം പറഞ്ഞില്ലെങ്കിലും നോ പ്രോബ്ലം, അദ്ദേഹം ചുമ്മാതെ വന്നതാ. ഈ മീറ്റിംഗ് എനിക്ക് വേണ്ടിയാണ്. എൻ്റെ പുറകിലിരിക്കുന്ന ആൾ സ്തോത്രം പറഞ്ഞില്ലെങ്കിലും എനിക്ക് വിരോധമില്ല. കാരണം ഈ മീറ്റിംഗ് എൻ്റെ സൗഖ്യത്തിന് വേണ്ടി, എൻ്റെ വിടുതലിന് വേണ്ടി, എനിക്ക് അനുഗ്രഹത്തിന് വേണ്ടി, എൻ്റെ ജീവിതത്തിന്റെ മാറ്റങ്ങൾക്ക് വേണ്ടി, എൻ്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ തന്നെ ഈ രാത്രികാലം ദൈവത്തിന്റെ മക്കളെ ജയമെടുക്കണം. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നല്ല ദൈവദാസന്മാർ, നല്ല ദൈവദാസന്മാരെന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ കൊണ്ട് ലോകത്തിലെ ഒരുപാട് തത്വസംഹിതകളെല്ലാം കൂടെ വാരി വലിച്ച് സോഷ്യൽ സയൻസും ജനറൽ സയൻസും മാത്തമെറ്റിക്സും എല്ലാം കൂടെ ചേർത്ത് വെച്ച് പ്രസംഗിക്കുന്ന ഉപദേശിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ആത്മീയ കൃപാവരങ്ങളുടെ ശുശ്രൂഷ ചെയ്യുന്ന, മനുഷ്യന്റെ മനസ്സിനെ ഇളക്കുവാൻ പര്യാപ്തമാകുന്ന വാക്കുകളെ പറയുന്ന, വിശ്വാസത്തെ അതിൻ്റെ അകത്തേക്ക് പമ്പ് ചെയ്ത് കയറ്റുന്ന, ദോഷങ്ങളുടെ മേൽ ജയമെടുക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറയാനുണ്ട്: ദുഷ്ടശക്തി നീ എവിടെ നിന്ന് വന്നോ, യേശുവിന്റെ നാമത്തിൽ അവിടേക്ക് ഓടിക്കൊള്ളുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ലോർഡ് ജീസസ് ഹത്തബാര ജീവ ശൗഡാദാര ഉടവ ജബല സമ്പർക്കവിടെ അംദാബാര ജീവ ഖൗടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം സ്കോട്ട്ലൻഡിൽ ചെന്നപ്പോൾ, ഈ വർഷം ഒരു ആക്സിഡൻറ്റിൽ തിരുവല്ലയിൽ മരിച്ച ഒരു മോൻഷി മാങ്കുളങ്ങരയുടെ ബ്രദർ, ഒരു മത്തായി പാസ്റ്റർ സ്കോട്ട്ലൻഡിലുണ്ട്. നല്ല സുന്ദരമായി വാചകം പറയുന്ന ആൾ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടത്. അദ്ദേഹം പറഞ്ഞ, നിങ്ങൾക്കറിയാം, ബീഡിയുള്ളവനെ തീയില്ല. ബീഡി എന്ന് പറഞ്ഞാൽ സെമിനാരിയിലൊക്കെ പോയി ബീഡി ഡിഗ്രിയൊക്കെ എടുത്ത ആളിന് തീയില്ല. ഞാൻ വിചാരിച്ചു അവിടെ കൊണ്ട് തീർന്നെന്ന്. പിന്നെ പറഞ്ഞ്, തീയുള്ളവനെ ബീഡിയുമില്ല. കൈവയ്ക്ക് സ്വന്തം പറഞ്ഞാട്ടെ. അവിടുന്ന് കിട്ടിയ ഒത്തിരി ഡിഗ്രി അല്ല, അത് വേണ്ടാന്ന് പറയാനല്ല ഞാൻ വന്നത്. ഇരുന്നോട്ടെ, ഒരു ചെറിയ തീപ്പൊരിയെങ്കിലും അതിലില്ലെങ്കിൽ ഇന്ന് രാത്രി പ്രാപിക്കണം. തീപ്പൊരിയില്ലാത്തത് ഇന്ന് രാത്രി ദൈവത്തിന് മകളെ പ്രയോജനപ്പെടത്തില്ല. അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ യെശയ്യാ പ്രവാചകനെ വിളിക്കാം. തീ വീണ്, കാട് കത്തി, കറ്റക്കൂട്ടമോ നിലമോ വിളവോ വെന്തു പോയിട്ടുണ്ടെങ്കിൽ തീയിട്ടവൻ ഇന്ന് രാത്രി അതിന്റെ പരിഹാരം കാണുന്നവൻ. നീ ആരാധിച്ചിട്ട്, നീ അന്യഭാഷ പറഞ്ഞിട്ട് നിന്നെ ഉദ്യോഗത്തിൽ നിന്ന് പിരിച്ചുവിട്ടാൽ ഇന്ന് രാത്രി ക്ലെയിം ചെയ്യണം. പ്രൈസ് ഗോഡ്. ഞാൻ അന്യഭാഷ പറഞ്ഞതുകൊണ്ട് എൻ്റെ സുപ്പീരിയേഴ്സ് എനിക്ക് എഗനസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ ഇന്ന് രാത്രി പറയുന്നു, തീയിട്ടവൻ അതിന് പരിഹാരം വരുത്തുന്നവൻ തന്നെ. പ്രൈസ് ഗോഡ്. എന്നാലും ദൈവം ഇതിലെ ആരാധന നിർത്തണ്ട.
ആരാധിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. പ്രൈസ് ഗോഡ്. ഈ അബ്രഹാമിൻ്റെ സമ്പത്തുകളുടെ കുന്നുകൂടിയ അവസ്ഥകളെക്കുറിച്ചൊക്കെ പുസ്തകത്തിൽ കണ്ടിട്ട് ഒത്തിരി സംശയം വന്നിട്ട് ഞാൻ ചോദിച്ചു, എന്തുമാത്രം ആടുകളുണ്ടായിരുന്നു. ഒരു സാഹിബ് ഉപദേശി പറഞ്ഞു, എൻ്റെ പാസ്റ്ററേ അതൊന്നും പ്രസംഗിക്കണ്ട, അബ്രഹാം എന്നും പറഞ്ഞല്ല ആടിനെ വിറ്റത്. ഒരേക്കർ സ്ഥലത്തോട്ട് ആടിനെ അടിച്ചു കയറ്റിയിട്ട് ഒരേക്കർ ആടിൻ്റെ വിലയാണ് പറയുന്നത്. കൈവക്കി സ്വതന്ത്രപ്പെടട്ടെ. പ്രൈസ് ഗോഡ്. എനിക്കിപ്പോഴും ഇങ്ങോട്ട് ഇമാജിൻ ചെയ്യാനൊക്കുന്നില്ല. ഒരേക്കർ ആടിന് ഇത്ര ലക്ഷം രൂപ, 2 ഏക്കറിന് ഇത്രയും. പ്രൈസ് ഗോഡ്. അബ്രഹാമിനോട് ചോദിച്ചാൽ ആടിന് വിലയില്ല, ഏക്കർ കണക്കിന് ആട്. അല്ല, അബ്രഹാമിനെ കർത്താവ് ആടിൻ്റെ വില പഠിപ്പിച്ചു. ഒരിക്കൽ പയ്യൻ്റെ തലയിൽ ഒരു കെട്ട് വിറകും വെച്ചുകൊണ്ട് ഒരു കയറ്റം കയറി പോവുക. ദൈവത്തിൻ്റെ മക്കളെ, ഇവിടെ ഇരിക്കുന്ന പോലൊന്നുമല്ല. ഈ ചങ്കിൻ്റെ അകം, നെഞ്ചിൻ്റെ അകം മുഴുവൻ തീയാണ്. അവിടെ വെച്ച് പ്രത്യാശയുടെ ഒരു ഗംഭീര മുദ്രാവാക്യം, ഞാനും ബാലനും കൂടെ മുമ്പോട്ട് പോയി ആരാധന കഴിച്ചിട്ട് മടങ്ങി വരും. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ മക്കളെ, തീയാളിക്കെത്തുമ്പോഴും വിശ്വാസത്തിന്റെ മുദ്രാവാക്യം, ഞങ്ങൾ മടങ്ങി വരും. പ്രൈസ് ഗോഡ്. ദോഷങ്ങൾ കൊണ്ട് നിന്നെ ബലിപീഠത്തിൽ കയറ്റുന്നവനല്ല നിന്റെ ദൈവം. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. വിശ്വാസത്താൽ അബ്രഹാം തൻ്റെ പുത്രനാകുന്ന ഇസാക്കിനെ കണ്ടിച്ചു. ദൈവത്തിൻ്റെ മക്കളെ, വിശ്വാസത്തിന് വാളിനേക്കാൾ മൂർച്ച ഇന്ന് രാത്രികാലമുണ്ട്. വിശ്വാസത്താൽ സാധ്യമായി തീർന്നപ്പോൾ ബാലനുമായി ആരാധന കഴിച്ച് മടങ്ങി വരത്തക്കവണ്ണം ഇടയായി തീർന്നത്. ഒരു ശബ്ദം, ബാലന്റെ മേൽ കൈവയ്ക്കല്ലേ. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു ഒരാട്ടിൻകുട്ടിയെ. അബ്രഹാമേ, നീ തിരുവനന്തപുരം മുഴുവൻ നിന്റേതാണെങ്കിലും നിന്റെ നെകളിപ്പിനുള്ളൊരു മറുപടി 1 ഏക്കറും 2 ഏക്കറും 5 ഏക്കറും ആടിന്റെ വിലയല്ല. ഇന്നിപ്പോ അബ്രഹാമിനോട് ചോദിക്കുക, അബ്രഹാമേ, ഒരാടിന് എന്തോ വിലയുണ്ടെന്ന് ചോദിച്ചാൽ കവണ് വീണ് താണ് പറയും, എന്റെ മകൻ ഇസാക്കിനേക്കാൾ വില ഒരാട്ടിൻകുട്ടിക്കുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നെ കുറിച്ച് അവൻ വില മതിക്കുന്നവനാണ്, നീ വിലയുള്ളവനാണ്. രക്തത്താൽ ജയം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. രക്തത്താൽ ജയം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. പ്രവചന ശുശ്രൂഷകൾക്ക് അതിൻ്റെ വില കൊടുക്കുന്ന ഒരു പെന്തക്കോസ്റ്റ് വിഭാഗമാണല്ലോ PMG. എന്നോടൊരിക്കൽ പ്രായമായ ഒരാൾ ചോദിച്ചു, എൻ്റെ പാസ്റ്റർ, ഞങ്ങളുടെ ഇവിടെ കഴിഞ്ഞ 5 ദിവസവും പ്രവാചകരുണ്ടായിരുന്നു. ആരാണ്ടോടൊക്കെ പ്രവചിച്ചേച്ച് പോയി. ഞങ്ങളോടൊക്കെ എന്താ പ്രവചിക്കാൻ? വയസ്സായി പോയതുകൊണ്ടാണോ? എനിക്ക് മറുപടി പറയാൻ അറിയത്തില്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞിനോട് മുതൽ ഏറ്റവും പ്രായമുള്ള വ്യക്തിയോട് വരെ അപ്പച്ചനൊരു ദൂതമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് കരങ്ങൾ ഉയർത്തി കർത്താവ് സൂചിച്ചാട്ടെ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കളെ അറ്റൻഡൻസ് എടുക്കാൻ വന്നവരല്ല നമ്മൾ. നമ്മളെ വിളിച്ചു വരുത്തിയതാ. മാനുഷികമാകുന്ന ഒരു ശബ്ദവുമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വരത്തില്ലെന്ന് പറഞ്ഞേച്ച് പകല് പോയ ഒരു 3-4 പേരെ എനിക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നിർബന്ധത്താൽ പരിശുദ്ധാത്മാവ് നിർബന്ധിച്ച് ഇങ്ങോട്ട് വിട്ടു. ദൈവത്തിന് സ്തോത്രം. പകല് നടക്കാത്ത ചില കാര്യങ്ങൾ നിന്റെ പേരിൽ സ്വർഗത്തിലെ അപ്പച്ചൻ ഈ പകൽക്കാലം ചെയ്യുവാൻ പദ്ധതിയിടുമ്പോൾ നിന്നെ വിളിച്ചു വരുത്തിയിട്ട് നാട്ടിലൊക്കെ ഒരു പറച്ചിലുണ്ടല്ലോ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിച്ചിട്ട് ആ ചുമ്മാ വിളിച്ചാ, ഉറങ്ങിയോന്ന് അറിയാൻ വിളിച്ചാന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് മക്കൾ അങ്ങനെ വിളിച്ചിട്ട് ചുമ്മാതെ വിടാൻ വന്നതല്ല. ഇവിടെ വിളിച്ചിട്ടുള്ളവരെയൊക്കെ കാര്യമായിട്ട് തന്നേ കർത്താവ് വിടത്തുള്ളൂ.
അതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് രാത്രി ചിരിക്കാനല്ല വന്ന്, കൈകൊട്ടാൻ വേണ്ടി മാത്രമല്ല വന്നത്, കൈ പൊക്കാൻ വേണ്ടി മാത്രമല്ല വന്നത്. നിനക്കിന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം, നിനക്കെടുക്കാവുന്നതിനേക്കാൾ അപ്പുറത്തെ ചുമടുകളെ തന്നെ നടത്തുവാൻ തൊക്കെ കഴിയുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ സ്നേഹിതനാകൊണ്ട്, എന്താ പറയുക, ഇവിടെ കൺസിഡറേഷനോ കൺസെഷനോ ഒന്നും വേണ്ട. അവൻ പാവം ഇവിടം വരെ വന്നല്ലോ എന്ന് വിചാരിച്ചുള്ള കൺസിഡറേഷൻ വേണ്ട. പിന്നെ എവിടെയാണെന്നറിയാമോ ക്ലെയിം ചെയ്യുവാൻ? അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം അവന് വേണ്ടുന്നിടത്തോളം, പ്രൈസ് ഗോഡ്, 3 അപ്പത്തിന് യാചിക്കാൻ വന്നവന് 300-3000 അതിനേക്കാൾ അധികം കൊടുക്കുന്നവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. കണക്കില്ലാതെ തരുവാൻ കഴിയുന്ന ശക്തൻ. പ്രൈസ് ഗോഡ്. നല്ല ശക്തന്മാരാകുന്ന ദൈവദാസന്മാർ പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. 3 അപ്പം വായ്പ ചോദിച്ച കഥ. പ്രൈസ് ഗോഡ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. പ്രൈസ് ഗോഡ്. 3 അപ്പം ചോദിച്ചപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിച്ചാൽ ചിരിക്കാൻ അറിയാവുന്നവരിലൂടെ ചിരിച്ചു പോകും. കാരണം 3 അപ്പം ചോദിച്ചെന്നൊരു തെറ്റേ ഇവൻ ചെയ്തുള്ളൂ. അകത്തുനിന്ന് ഭയങ്കര അനൗൺസ്മെൻറ്റ് കേൾക്കാം, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചിരിക്കുന്നു, പിള്ളേർ കൂടെ കിടക്കുന്നു, എഴുന്നേക്കാനും വയ്യ. 3 അപ്പം പാവം ചോദിച്ചപ്പോൾ എന്തോ കിട്ടി? ഇൻ്റർനാഷണൽ 4 മറുപടി. എന്നെ പ്രയാസപ്പെടുത്തരുത്. ദൈവമക്കളെ, അപ്പം ചോദിച്ച ഇവനെന്തിനെ പ്രയാസപ്പെടുന്നത്? പ്രവചനമായിട്ട് ഞാൻ പറയാം, ഇവൻ ജനിച്ചതേ പ്രയാസപ്പെടാൻ വേണ്ടിയാണ്. ഒരുത്തർ നോക്കിയാലും ഒരു പ്രയാസം മാറ്റാൻ ഒക്കത്തില്ല. പ്രൈസ് ഗോഡ്. കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടേ, ഹെവൻ ഹെൽപ്സ് ദോസ് ഹൂ ഹെൽപ്പ് ദംസെൽസ്. തന്നെത്താൻ സഹായിക്കുന്നവനെ അപ്പച്ചൻ സഹായിക്കും. നിൻ്റെ കയ്യെ പിടിച്ച് ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടുവരത്തില്ല, വഴി അവൻ കാണിച്ചു തരും. രക്ഷപ്പെടണമെങ്കിൽ നീ അകത്ത് വരണം. കഥ കടച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇവിടുത്തെ ഒരു വലിയ സെമിനാരിയിൽ എനിക്ക് തോന്നുന്നു ഈ വർഷം തന്നെ 2-3 പ്രാവശ്യം പോകാനിടയായിത്തീർന്നു. ഞാൻ വലിയ ഉപദേശിയൊന്നുമല്ല, ഒരു കൊച്ചു ഉപദേശിയാണ്. അതിൻ്റെ അകത്ത് എപ്പോഴോ ഒരു വാചകം പറഞ്ഞ് ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ദൈവത്തെ മക്കളെ, MDവിന് പഠിക്കുന്ന ഒരു വീരനെന്ന് പറഞ്ഞ പോലെ അതിൻ്റെ മേളി വാചകമുണ്ട്, അത് പറയണം, എനിക്കത് അറിയത്തില്ല. പ്രൈസ് ഗോഡ്. ഈ പ്രസംഗം അങ്ങോട്ട് തീരാഞ്ഞ് നോക്കിയിരിക്കായിരുന്നു. വാണം വിട്ട പോലെ ഓടി എൻ്റെ അടുക്ക വന്നു, പാസ്റ്റങ്ങൾ പറഞ്ഞില്ലായിരുന്നു വാതിക്കൽ നിന്ന് മുട്ടുന്നെന്ന്. അകത്താണോ പുറത്താണോ? അവൻ്റെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞടാ അകത്താ. കാരണം നിന്നെ പോലുള്ളവന്മാരല്ലേ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഇറക്കി വിടുവോ എന്നും പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു അകത്ത് വാതിലിൻ്റെ അകത്ത് കിടന്ന് മുട്ടുക. കൈവക്കി സ്വോത്രം പറഞ്ഞാട്ട്. ഈ ടൈപ്പുള്ള ആരാധനകൾ ഒത്തിരി അടുത്തുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവിന് ഒരു ഗുണവുമില്ലാത്ത, ദൈവത്തിനമകളെ കിട്ടാവുന്ന ഏതെല്ലാം ആടിൻ്റെ തോലുണ്ടോ അതെല്ലാം കൂടെ തല്ലി പറിക്കുന്ന ചില ആർട്ടിഫിഷ്യൽ ആരാധന. നിനക്ക് സുന്ദരമായ കൈയും കൈയുടെ വെള്ളയും വിരലും തന്നിരിക്കുമ്പോൾ വാടകയ്ക്കെടുത്ത പോത്തിൻ്റെ തോലിട്ടടിച്ചല്ല ഇന്ന് രാത്രികാലം ആരാധനയുടെ ഗൗരവം ദൈവത്തിൻ്റെ പൈതലെ കാണിക്കേണ്ടുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. രക്തത്താൽ ജയം. നല്ല ശക്തന്മാരാകുന്ന ദൈവദാസന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമായുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഇവിടെ ഒത്തിരി നമ്നസുള്ളവരൊന്നും ഇരിപ്പില്ലല്ലോ. ഞാൻ മാർത്തോമായിലായിരുന്നപ്പോൾ കണ്ട ഒരു കാര്യം പറയാം. എൻ്റെ വല്യപ്പൻ്റെ അനിയൻ അന്നത്തെ കാലത്ത് ഒരു സ്കൂൾ ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. വലിയ പണവും സൗകര്യവും ഒക്കെ ഉണ്ട്, മക്കളൊക്കെ വിദേശത്താണ്. ഈ അപ്പച്ചനൊരു കാര്യസ്ഥനുണ്ട്. അപ്പച്ചന് ഹൈ BP, പിന്നെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്, മറ്റു ചില അസുഖങ്ങളൊക്കെ ഉണ്ട്. അതിന് ഡോക്ടർമാർ പറഞ്ഞു അപ്പച്ചൻ എവിടെയെങ്കിലും അരമണിക്കൂറിൽ കൂടുതൽ ഇരുന്ന് വിശ്രമിക്കുകയോ പള്ളിയിലിരിക്കുകയോ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്ക് കാലിൻ്റെ തുടയിലൊന്ന് തിരുമിക്കോണം. വല്ല നംനസം ഫീൽ ചെയ്താൽ അപ്പോളെ ഗുളികയെടുത്ത് കഴിച്ചോടെന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞിട്ട് അപ്പച്ചൻ തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് എവിടെ ഇരുന്നാലും ഇടയ്ക്ക് ഓർക്കുമ്പോൾ ഇത് തിരുമിക്കൊണ്ടിരിക്കും. പള്ളിയിൽ വെച്ച് തിരുമിക്കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, എടാ കുഞ്ഞവറായെ, പെട്ടെന്നൊരു ഗ്ലാസ് വെള്ളം ഇങ്ങെടുത്തു, ഗുളികയും എടുത്തു. എന്താ പച്ച? ഞാൻ തൊടയെ തൊട്ടിട്ട് എൻ്റെ തൊടയിലാണെന്ന് അറിയാനൊക്കുന്നില്ല. അവൻ ഡോക്ടറൊന്നും അല്ലെങ്കിലും കുഞ്ഞവറായിരുന്നു. അവൻ പറഞ്ഞു, അപ്പച്ച ഇതുവരെ തിരുമിയത് എൻ്റെ തൊടയില്ല. കൈവയ്ക്കൊരു സ്വോത്രം പറഞ്ഞാട്ടെ. ദൈവത്തിന് മക്കളെ, ഇന്ന് രാത്രി നിൻ്റെ നംനസ്, നിൻ്റെ ആ പെരുപ്പ് നീ ഒന്ന് അറിഞ്ഞിട്ട് അപ്പച്ചനോടൊന്ന് പറയുക, കുഞ്ഞവറായുടെ കാലയിലുള്ള തിരുമി ഇന്ന് രാത്രി അങ്ങ് നിർത്തിയിട്ട് നിൻ്റെ കാലയിലൊന്ന് തിരുമിയിട്ട് ആ പോരായ്മ മനസ്സിലാക്കി കർത്താവിനോട് ഇന്ന് രാത്രികാലം ഒന്ന് പറയുക. പറ്റിയ അബദ്ധത്തെക്കുറിച്ച് ഇന്ന് രാത്രി ഒരു ബോധമുണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇനിയും പറയാം, നംനസ് ഇല്ലെങ്കിൽ മുട്ടിന് വേദന. പ്രൈസ് ഗോഡ്. അമേരിക്കയിൽ പ്രവാചകന്മാർക്ക് ചാകരയ. ഇനിയും പറയുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ പറയത്തില്ല. മകളെ, നിന്റെ നടുവിൻ്റെ വേദന ഇന്ന് രാത്രി മാറ്റുമെന്ന് തൻ്റെ ഇടമായിട്ട് പറയാം. കാരണം നടുവേദന ഇല്ലാത്ത ഒരൊറ്റ അമ്മ അമേരിക്കയിലില്ല. അതാ ഞാൻ പറഞ്ഞ ചാകരയാ. പ്രവാചകനെ അങ്ങോട്ട് മാറ്റി നിർത്താം. നിന്റെ നടുവിൻ്റെ വേദന ഇന്ന് രാത്രി മാറണമെങ്കിൽ വാ പൊളിച്ച് ഹല്ലേലൂയ പറഞ്ഞാൽ പോരാ. നിന്റെ നടുവും നിന്റെ സ്പൈനൽ കോഡും നിന്റെ നേർസും നിന്റെ ജോയിൻസും നിന്റെ ബോൾസും ആരാധനയുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകട്ടെ. ഈ രാത്രി ഒരൊറ്റ രോഗശാന്തി വരപ്രാപ്തനം നിന്നെ തൊടണ്ട. നീ രാത്രി ആരാധനയ്ക്ക് ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാകട്ടെ. ഓടാ ജാബ റൗഡ അന്തരാധവക്കൗടെ ദിന സപ്തബ റൗഡ ദരാധവക്കൗടെ രക്തത്താൽ ജയം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ജീസസ് ബുഡ രാബ ദേബ അന്തർക്കൗടെ ദുരാ സമ്പൽക്കൗടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മക്കളെ, ഇത് റേഷൻ കടയല്ല, മാവേലി സ്റ്റോറല്ല. ഞാനിപ്പോൾ ഈ പേരുകളെല്ലാം പഠിക്കുന്നത്. പ്രൈസ് ഗോഡ്. സൗജന്യമായി വിൽപ്പന നടത്തുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറും അല്ല ഇത്. ഇവിടെ നല്ല സാധനം മുന്തിയ വില കൊടുത്തേ നമുക്ക് മേടിച്ചുകൊണ്ട് പോവാം. റേഷൻ കാർഡിനും പിടിച്ചുകൊണ്ട് ഇതിൻ്റെ വാതിൽക്ക് നിൽക്കാതെ ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറി ഇന്ന് രാത്രി കാലിന് വേദനയുണ്ടെങ്കിൽ കാലിനെ ആരാധനയ്ക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കേ. ഇന്ന് രാത്രി നിന്റെ ചെസ്റ്റിന് പെയിൻ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ ചെസ്റ്റിന് ഇൻവോൾവ്മെന്റ് ഉണ്ടാകട്ടെ. നിന്റെ തലയ്ക്ക് ഇന്ന് രാത്രി വേദനയുണ്ടെങ്കിൽ ആരാധനയുടെ പാർട്ടിസിപ്പേഷൻ നിന്റെ തലയ്ക്ക് കൊടുക്കുക. ഹല്ലേലൂയ. വെറുതെ അല്ല സങ്കീർത്തനക്കാരൻ എഴുതിയതേ, നീ ഭയപ്പെടുന്നത് നിനക്ക് ഭവിക്കും. പ്രൈസ് ഗോഡ്. എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്നൊരു 4 പ്രാവശ്യം ചിന്തിച്ചാൽ മതി. എന്തുകൊണ്ടാകും? പറ. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. സംശയം ഉണ്ടെങ്കിൽ ഡോക്ടർ ചെറിയാൻ തമ്പിയോട് ചോദിച്ചു നോക്കും. പ്രൈസ് ഗോഡ്. എന്തിനാ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത്? അതിനേക്കാൾ എളുപ്പമുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ ഞാൻ തരാം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ മകളെ, ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ ഫിലദൽഫിയയിൽ റഷ്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ഞങ്ങളുടെ ആ പ്രദേശങ്ങളിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടറാണ്. നമ്മളെ പെന്തിക്കോസുകാരെയൊക്കെ ഇഷ്ടമാണ്, എന്നെ ഒരുപാട് ഇഷ്ടമാണ്, എൻ്റെ ഫാമിലിയെ ഇഷ്ടമാണ്. പ്രൈസ് ഗോഡ്. 1989 എനിക്ക് ആദ്യത്തെ സ്ട്രോക്ക് വന്നപ്പോൾ എൻ്റെ സ്കള്ളിൻ്റെ അകത്ത് ഒരു ബ്ലഡ് ക്ലോട്ട് ഉണ്ട്. പ്രൈസ് ഗോഡ്. ഈ അടുത്ത കാലത്തും സ്കാൻ ചെയ്തപ്പോൾ നമ്മൾ തേങ്ങ തിരുമിയിട്ട് നമ്മുടെ ചിരട്ട ആ തേങ്ങയുടെ പറ്റോടുകൂടെ ഇരുന്ന് ഉണങ്ങിയാൽ അതുപോലെ എൻ്റെ തലച്ചോറിൻ്റെ അകത്തെ ബ്ലഡ് ക്ലോട്ടായിട്ടിരിക്കുന്നത് കൊണ്ട് എൻ്റെ മെമ്മറി ലോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ കണ്ടിപ്പം ഞാൻ ചിരിച്ചേച്ച് പോകും. നാളെ തമ്പാനൂർ ബസ് സ്റ്റേഷൻ വെച്ച് കണ്ടാൽ ഞാൻ ചിരിക്കത്തില്ല, കാരണം നിങ്ങളെ എനിക്കറിയത്തില്ല. ഫോട്ടോ ഇതിൻ്റെ അകത്തെ പതിയത്തില്ല. ഒരു 5-6 വർഷത്തിന് മുമ്പ് ഭാര്യ പറഞ്ഞു, ആളുകളൊക്കെ വല്ലതും പറയും പാസക വലിയ ഗമയാ. ദൈവത്തിന് മക്കളെ, അതുകൊണ്ട് എല്ലാവരെയും കണ്ടാൽ ചിരിക്കാൻ തുടങ്ങി. പിന്നെ ഭാര്യ പറഞ്ഞു അത് വേണ്ട, വട്ടാന്ന് 1-2 പേര് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ദൈവത്തിന് മക്കളെ, ഡോക്ടർ പറഞ്ഞു
ഇനി റഷ്യക്കാരൻ്റെ ഇംഗ്ലീഷ് പറയാം, തിരുവനന്തപുരത്തുകാർക്ക് നല്ലതുപോലെ മനസ്സിലാകും. ഓൾ ഇന്ത്യൻ പാസ്റ്റേഴ്സ് ആർ വയലന്റ് പാസ്റ്റേഴ്സ്. വല്ല മനസ്സിലായോ? എസ്പെഷ്യലി കേരള പാസ്റ്റേഴ്സ്. വല്ല മനസ്സിലായോ? ശരിക്കുള്ള ട്രാൻസ്ലേഷൻ നമുക്കറിയാം, പക്ഷേ റഷ്യക്കാരൻ ഉദ്ദേശിച്ച് നിങ്ങൾ വലിയ ബഹളം വെക്കുന്ന ഉപദേശിമാരാ. നിന്നോട് നിന്റെ ഫാമിലിയോട് എനിക്കിഷ്ടമുള്ളത് കൊണ്ട് നിന്റെ സ്കള്ളിൻ്റെ അകത്ത് മുഴുവൻ ഡാമേജ് വെയിനാ. എല്ലാം ഇങ്ങനെ വലിച്ചാ പൊട്ടുന്ന വിധത്തിലാ. നീ സാധാരണ ഉപദേശിയെ പോലെ ബഹളം വെച്ച് ബാക്കി വെയിനും കൂടെ പൊട്ടിയിട്ട് ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ടായി മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സ്ലൈറ്റ് ആൻഡ് സൈലൻ്റ് ആയിട്ട് നീ പ്രസംഗിച്ചാൽ മതി. ഞാൻ ഓക്കെ ഡോക്ടറെ എന്ന് പറഞ്ഞു. ഇന്ന് വരെയും തുടങ്ങുമ്പം വിചാരിക്കും നരമ്പ് പൊട്ടാതെ പ്രസംഗിക്കണമെന്ന്. പ്രസംഗിച്ച് തുടങ്ങുമ്പോൾ നരമ്പ് പൊട്ടുമെങ്കിലും ഇന്ന് രാത്രി വരെ ഒരൊറ്റ നരമ്പും പിഞ്ചാതെ വണ്ണം ഇതിൻ്റെ അകത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പൈതലേ, ആരാധിച്ചിട്ട് നിന്റെ നരമ്പ് പൊട്ടത്തില്ല. ആരാധിച്ചിട്ട് നിനക്ക് ഹാർട്ട് അറ്റാക്ക് വരത്തില്ല. ആരാധന കണ്ടിന്യൂ ചെയ്യുക. Praise God. Hallelujah. Praise God. 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 Ude baja uda thara dibala sambara deba. Atha bara jiba thode. Praise God. Praise the Lord. Praise the Lord. ഈ സ്തോത്രം പറയിപ്പിക്കുന്ന ഉപദേശിമാരുണ്ട്. സ്തുതിച്ചാട്ടെ എന്നൊക്കെ പറയും, കൈപൊക്കിയാട്ടെ, പ്രൈസ് ഗോഡ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ പറയാം, അവൻ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചതിനാൽ. ഇന്ന് രാത്രി ബന്ധനമായിട്ടിരിക്കുന്നെങ്കിൽ നീ കൈകെട്ടിയിരുന്നോ, നോ പ്രോബ്ലം. എന്നാൽ ഇതിൻ്റെ അകത്ത് വേറെ ചിലരിപ്പുണ്ട്. അവരാരാണെന്നറിയാമോ? അവരുടെ കാലങ്ങളായി ബന്ധിച്ചിരുന്ന ബന്ധനങ്ങളെ അറുത്തത് കൊണ്ട് അവർക്ക് സ്തുതി പറയാതിരിക്കാൻ ഒക്കത്തില്ല. Praise God. Praise God. Hallelujah. 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 ഔടാ രാബാ ദീപാ ശംബാ രാബാ അഥവാ ദിവല ജീവക്കൗട രക്തത്താൽ ജയം. Praise God. ഞാൻ വായിച്ചതൊരു ഭാഗത്ത് കിടപ്പുണ്ട്, പറഞ്ഞു വരുന്നത് വേറൊരു ഭാഗത്ത്. നല്ല പാസ്റ്റേഴ്സ് ഇവിടെ ഉള്ളത് കൊണ്ട് അവരിത് മീറ്റിംഗ് കഴിയുമ്പോൾ പറയും, പുള്ളി ഏതാണ്ടൊക്കെ പറഞ്ഞു, വായിച്ചത് അപ്പുറത്തെങ്ങാണ്ട് കിടപ്പുണ്ട്, വേറെ ഏതാണ്ടൊക്കെ പ്രസംഗിച്ചു. വിളിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. പക്ഷെ പരിശുദ്ധാത്മാവേ ഇങ്ങനെ പറയിക്കുന്നത് കൊണ്ട് പറയുന്നു, നമ്മുടെ സ്തോത്രം കൊണ്ടാണ് കേരളം നിലനിൽക്കുന്നത്. നമ്മുടെ സ്തോത്രം കൊണ്ടാണ് ഇവിടുത്തെ അടിച്ചമർത്തലുകളും നടക്കാത്തത്. എന്ത് വലിയ ചെണ്ടയൊക്കെ കൊട്ടി വലിയ ബഹളം വെച്ചാ ഈ ആരാധനയൊക്കെ അങ്ങ് നിർത്തിക്കളയുമെന്ന് പറഞ്ഞത്. ദൈവത്തിന് മകളെ, ഇന്ത്യയിൽ അങ്ങനെ ഒരു കാലം ഉണ്ടാകുന്നില്ല. കാരണം നമ്മുടെ സ്തോത്രത്തിൻ്റെ മേലാണ് ഈ ഭൂമിക്ക് ആക്സിഡൻ്റ് ഉണ്ടെന്നും അതേൽ ഇത് കറങ്ങുന്നെന്നും ഒക്കെ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് കറങ്ങിക്കോട്ടെ. എന്നാൽ ഈ ദേശത്തായിട്ട് കറക്കാൻ ഇടയാക്കാതെ വണ്ണം എൻ്റെ ഇന്നിൻ്റെ ഈ സ്തോത്രത്തെ അവൻ ഈ ഭൂമിയുടെ അച്ചുതണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഭരണകർത്താവിനും ദൈവത്തിന് വൈകരെ ഈ ആരാധന എടുത്തു കളയുവാൻ കഴിയത്തില്ല. കാരണം പ്രൈസ് ഗോഡ്. ഊടാ രാബാ ദേവാ അംദാബാരാ ജേബൽ ഖൗഡേജുന രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹെരോദ രാജാവിൻ്റെ കൊട്ടാരവാതിൽക്ക് നിന്ന് ഹിസ് ഹൈനസ് എന്നും ഹോളിനെസ് എന്നും അവിടെ പറയാൻ പോയില്ല. ഒരു റെസ്പെക്റ്റും പറഞ്ഞില്ല. നോക്കിയിട്ട് കണ്ടത് വിളിച്ചു പറഞ്ഞു, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് തെറ്റിയൊഴിയുവാൻ ഒരു ഓപ്ഷനുണ്ട്. മാനസാന്തരപ്പെട്ട രക്ഷപ്പെടും. യോഹന്നാൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ പറയും,
അതുകൊണ്ട് എന്തോ സംഭവിച്ചു, ഞങ്ങളുടെ അച്ചായൻ്റെ തല അങ്ങ് പോയി. ദൈവത്തിൻ മക്കളെ, ഈ ഭൂമിയിൽ ഒരു തലയല്ലുള്ളൂ, വേറെ ഒരുപാട് തലയുണ്ട്. പ്രൈസ് ഗോഡ്. ഒരു യോഹന്നാന്റെ തലയെ ഒരു ഹേരോദാവിന് വെട്ടാൻ കഴിയത്തുള്ളൂ. അടുത്ത തലകൾ ഇപ്പോൾ നിന്നുകൊണ്ട് ഗർജിക്കുകയാണ്. പ്രൈസ് ഗോഡ്. എന്താണെന്ന് അറിയാമോ? പ്രൈസ് ഗോഡ്. വിളിച്ചങ്ങോട്ട് പറയുക. പ്രൈസ് ഗോഡ്. കൊച്ചുപിള്ളേരുടെ ഒരു കഥ കൊച്ചുപിള്ളേരെല്ലാം കൂടെ പറഞ്ഞിടെ കേട്ടു. മിസ്റ്റർ സിംഹവും മിസ്റ്റർ മുയലും കൂടെ ഒരു ഞായറാഴ്ച രാവിലെ ഭയങ്കര ഓട്ടം. മുയലങ്ങ് ജയിച്ചു. അപ്പോൾ കാട്ടിലൊരു പുള്ളിയുണ്ട്, ഈ കൂട്ടിപ്പിടിപ്പിക്കുന്ന പുള്ളി. ഇവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല. കുറുക്കൻ എന്നാ പുള്ളിയുടെ പേര്. കുറുക്കൻ സിംഹദാനോട് ചോദിച്ചു, സാറേ നാണക്കേടായി പോയല്ലോ, നമ്മുടെ കാടിന് പോലും നാണക്കേടായല്ലോ, ഇത്രയുമുള്ളൊരു സിംഹത്തിൻ്റെ മുയലിൻ്റെ കൂടെ ഓടിയിട്ട് ജയിക്കാനൊത്തില്ലല്ലോ. നാണക്കേട് മാറ്റാനാണെങ്കിൽ ഒരു സത്യം മുയൽ പറഞ്ഞു, സിംഹം പറഞ്ഞു, ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ് ഓടിയത്, അവൻ ജീവന് വേണ്ടിയാണ് ഓടിയത്. കൈവക്ക് സ്വന്തം പറയാമോ? സിംഹത്തിന് കിട്ടിയിരുന്നെങ്കിൽ 1.5 കിലോ ഇറച്ചി കിട്ടിയേനെ. പക്ഷെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. മുഴുവൻ പവറും എടുത്ത് സിംഹത്തിൻ്റെ വായിൽ പെടാതെ വണ്ണം ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിൽ ദൈവത്തിൻ്റെ പൈതലെ ഇമ്പോസിബിൾ നടക്കത്തില്ല. ഒരു സിംഹവും ഈ മുയലിനെ പിടിക്കാൻ കഴിയത്തില്ല. കാരണം അവന്റെ ജീവൻ ദൈവത്തിന്റെ ഭണ്ഡാരത്തിലാണെങ്കിൽ ഒരു ദുഷ്ടനും ഒന്നും ചെയ്യുവാൻ ഒരിക്കലും കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. ദൂഡ ജാബ രൗഡ ധാന അംദര ജേബ ഷൗഡ ധാര. രക്തത്താൽ ജയം. ഞാൻ ഇനി വായിച്ചെടുത്തേക്ക് വന്നേ ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ വായിച്ചത് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം ആദ്യം വായിച്ചു, പിന്നെ 21 വായിച്ചു, പിന്നെ 22 വായിച്ചു. ഇനി 21 വായിക്കാം. ആ പ്രവാചകന്റെ വായിച്ചു മോളെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മക്കളെ, നമുക്ക് കേൾക്കാനിടയായിത്തീർന്നെങ്കിൽ ഛേദിക്കപ്പെടും, വെട്ടിക്കളയും, കൊന്നുകളയും, തീർത്തുകളയും എന്നൊക്കെ പറയുന്ന ആക്രോശത്തിന് ഇന്ന് രാത്രി വിലയില്ല. നമുക്ക് ആ ശബ്ദം കേൾക്കുവാൻ ദൈവം കൃപ തന്നു. ആ ശബ്ദത്തെ ഫോളോ ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ തന്നപ്പോൾ നമ്മുടെ ജീവൻ അവൻ്റെ ഭണ്ഡാരത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ സാക്ഷ്യം ഒരു വാക്കിൽ പറഞ്ഞു. ഒരുപാട് അനർത്ഥങ്ങളുടെ കൂമ്പാരത്തിൻ്റെ അകത്ത് ജനിച്ച് ജീവിച്ചു. മരുന്നിൻ്റെ മണം മാത്രമേ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ദീനരോധനങ്ങൾ. അമ്മയ്ക്ക് 12 വർഷക്കാലം മാരകമാകുന്ന ഒരു രോഗം. പൈശാചിക ബന്ധനം. തലസ്ഥാന നഗരിയിൽ പാർക്കുന്ന അഭ്യസ്തവിദ്യരാകുന്ന പ്രിയപ്പെട്ടവരോട് പറഞ്ഞാൽ മനസ്സിലാകുമോ ഏറ്റെടുക്കുമോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും അന്ധകാരത്തിൻ്റെ വ്യാപാര ശക്തി ഞങ്ങളെ അങ്ങ് കൊന്നൊടുക്കുക. എൻ്റെ വല്യപ്പൻ നിന്ന നിപ്പിൽ പെടഞ്ഞ് താഴെ വീണേ മണ്ണിക്കിടന്ന് മരിച്ചു. എൻ്റെ ഒരു വിഡോയ ആൻറ്റി നീര് വന്ന് വീർത്ത് വീർത്ത് ശ്വാസം മുട്ടി മരിച്ചു. എനിക്കൊറ്റ പെങ്ങളെ ഉള്ളൂ, മുടിയില്ലാതെ ജനിച്ചു. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾ ഒരു കണ്ണിന് അല്പകാഴ്ച, മറ്റേ കണ്ണ് ഫുള്ളി ബ്ലൈൻഡ്. ദൈവത്തിന് മകളെ അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുമായി നിൽക്കുന്നു. അമ്മയെ 2 മേജർ ശസ്ത്രക്രിയയ്ക്ക് വിധേയപ്പെടുത്തി. ഒടുവിൽ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ പറഞ്ഞു ഈ രോഗത്തിന് സൗഖ്യമില്ല, എന്ന് വെച്ചാൽ മരണം മാത്രം. മരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിച്ച 9 മാസം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഏത് നിമിഷം വേണേലും മരിക്കും. 1974 ഏപ്രിൽ മാസം 22-ാം തീയതി അമ്മയ്ക്ക് മരണവേദന തുടങ്ങി. അന്ന് എൻ്റെ അമ്മയ്ക്ക് 46 വയസ്സ് പ്രായമുണ്ട്. എനിക്ക് ഏതാണ്ട് 23-24 വയസ്സ് പ്രായമുണ്ട്. ഈ ഭൂമിയിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ഞാൻ എൻ്റെ അമ്മയാണ്. പ്രൈസ് ഗോഡ്. അമ്മ മരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. നല്ല പിതാവിനൊരു ആഗ്രഹം, ആരെങ്കിലും പ്രാർത്ഥിക്കാൻ അറിയാവുന്നവരെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ മകളെ പ്രാർത്ഥിക്കാൻ അറിയാവുന്നവരെ വിളിച്ചുകൊണ്ട് വന്നു. ആ വീട്ടിൽ നിന്ന് 14 പേരാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നത്. ഞങ്ങളുടെ നാട്ടിൽ അത്ര മേൽവിലാസമൊന്നുമുള്ളവരല്ല അവർ. എങ്കിലും അതിൻ്റെ അകത്തൊരു ചെറിയ സുവിശേഷ സത്യമുണ്ടേ. ഞങ്ങളുടെ വീടിന് വേണ്ടി അവർ ഒത്തിരി നാളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അവർക്ക് കിട്ടിയൊരു ഓപ്പണിങ്ങാണ്.
ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, കോൺസെൻട്രേറ്റ് ചെയ്തേ, സ്പെസിഫൈ ചെയ്തേ ചില വീടുകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ സഭയിലെ ജോയ് ശാമുവേലിൻ്റെ വീട്ടിൽ നിങ്ങൾ പോയി. പ്രൈസ് ഗോഡ്. ഞങ്ങൾ പഴയ കാര്യങ്ങളായി വിറക്കി. പ്രൈസ് ഗോഡ്. ഇത് ആരോടും പറയാനൊന്നുമല്ല പറയുന്നത്. ഞങ്ങളിവിടുത്തെ ഒരു മന്ത്രിയുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ അവിടെ വയ്ക്കുന്ന പട്ടക്കാരെയോ എൻ്റെ അമ്മാച്ചന്മാരെയോ നാട്ടുകാരെയോ ഒന്നും അവർ നോക്കിയില്ല. അവർക്ക് കൊടുത്തൊരു ഉദ്യോഗമുണ്ട്. എന്താണെന്നറിയാമോ? പ്രാർത്ഥിക്കുക. അത് ശരിക്കും അവരങ്ങ് ബിസിനസ് ചെയ്തു. എൻ്റെ ഇളയ അമ്മാച്ചൻ പറഞ്ഞു, തമാശും ഗൗരവവും എല്ലാം കൂടെ കലർത്തി പറഞ്ഞു, എടാ യുവമാരെ അടിച്ചിറക്കി ഇവിടെ, മാര് ബന്ധിക്കോശുകാരാ, നിൻ്റെ അമ്മ ചൊവ്വേ സമാധാനത്തോടെ മരിക്കാൻ പോലും യുവമാർ സമ്മതിക്കത്തില്ല. ദൈവത്തിന് ആ വാക്കുകളൊക്കെ ഇപ്പോഴും എൻ്റെ അകത്ത് കിടന്ന് തിളയ്ക്കുക. പ്രൈസ് ഗോഡ്. അമ്മ മരിക്കാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വരുമായിട്ട് യുദ്ധം ചെയ്യാനോ പറയാനൊന്നും അറിയത്തില്ല എങ്കിലും ആ മരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് വന്നപ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്നു, അമ്മ ഒരു വശത്തോട്ട് പെടലി ചരിച്ചു, കണ്ണിങ്ങനെ തള്ളി വന്നിട്ട് ഞങ്ങളെല്ലാം ഒരു റൗണ്ടപ്പ് ഒരു നോട്ടം നോക്കി. പിന്നെ കണ്ണടയുമ്പോൾ ഈ വന്നതിൽ നിന്നൊരു ദൈവദാസൻ അമ്മയുടെ നെറ്റിത്തടത്തിലോട്ട് ഇങ്ങനെ കൈവച്ചിട്ടെ, ഞാൻ ആദ്യം പറഞ്ഞ വാചകത്തിലേക്ക് വരാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിൻ്റെ നാമത്തിൽ ഈ ശരീരത്തിന് മേൽ വ്യാപരിക്കുന്ന രോഗാത്മാവേ വിട്ടുപോകുക. ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ? അന്ന് രാത്രി 1974 ഏപ്രിൽ മാസം 22 രാത്രി 1:30 മണിക്ക് എൻ്റെ അമ്മ മരിച്ചില്ല. ഇന്നു വരെ മരിച്ചിട്ടില്ല. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ 88 വയസ്സ് പ്രായമുണ്ടെങ്കിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അധികാരസ്ഥനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ രക്തത്താൽ ജയം, രക്തത്താൽ ജയം, യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ആ രാത്രി കിടന്നിട്ട് ഉറക്കമില്ല. അമ്മ ജീവിച്ചത് കൊണ്ടല്ല ഉറങ്ങാതിരിക്കുന്നത്. ഞങ്ങളുടെ ഒത്തിരി വിറ്റ് ആശുപത്രിക്കാർക്ക് കൊടുത്തു. ഞങ്ങൾ ദരിദ്രരായി തീർന്നു, ഒന്നുമില്ലാത്തവരായി തീർന്നു. മരുന്നിൻ്റെ മണവും മരണത്തിൻ്റെ ഭീതിയും മാത്രം ബാലൻസ് ഉള്ള ഒരു പാവപ്പെട്ട വീട്. ആ രാത്രി ചിന്തിച്ചത്, ഇങ്ങനെയും സൗഖ്യം തരുവാൻ കഴിയുന്ന ഒരു ശക്തിയുണ്ടോ? പ്രൈസ് ഗോഡ്. അന്ന് ഞാൻ തിരുവല്ല സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. ഉത്തരം പറയാൻ പാതിരാത്രി കഴിഞ്ഞുള്ള വെളുപ്പാങ്കാലത്ത് അവിടെ ആരുമില്ല. പരിശുദ്ധാത്മാവിന് ഉത്തരം തന്നു. ഇങ്ങനെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ശക്തി ഇന്നും ലോകത്തിലുണ്ട്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, എനിക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള വാക്കുകളോ സറണ്ടർ ചെയ്യാനുള്ള വാക്കൊന്നും അറിയത്തില്ല. ഇപ്പം ഞാൻ ഉപദേശം ഇപ്പം എനിക്കറിയാം. ഈ അടുത്ത സമയത്ത് സിംഗപ്പൂരിൽ വരെ പോയി ഇവിടെ കൊടപ്പനക്കുന്നിൽ താമസിക്കുന്ന 2 കാലം തളർന്ന ഒരു കുഞ്ഞിന് വേണ്ടി, കുഞ്ഞല്ല 23 വയസ്സുള്ള ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചു. രക്ഷിക്കപ്പെടാനുള്ള വാചകങ്ങൾ ഞാനും എൻ്റെ ഭാര്യയും കൂടെ പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ ഫ്ലൈറ്റ് കയറി ഇങ്ങ് പോരുന്നു. ഞങ്ങളിവിടെ വന്നപ്പോൾ വാട്സാപ്പിൽ കണ്ടു, 2 കാലം തളർന്നവനെ ദൈവദാസന്മാർ പൊക്കിയെടുത്തുകൊണ്ട് പോയി സ്നാനക്കുളത്തിലിറക്കി സ്നാനപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റികളെ ഉപയോഗിക്കണം. കാരണം ആരുടെയും കസർത്ത് കൊണ്ട് പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഒരു കാറ്റ് വന്നാൽ ദൈവമക്കളെ ഈ ഭൂമിക്ക് പോലും പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. പ്രൈസ് ഗോഡ്. ഇവിടുത്തെ 5 സ്റ്റോറി ബിൽഡിങ്ങിന് പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. ഇവിടുത്തെ ഭരണചക്രം ധരിക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു 24 വർഷത്തിന് മുമ്പേ
കോട്ടയത്തെ ഒരു വലിയ വ്യവസായിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവത്തിന് മകൻ കുടിച്ച് നശിക്കുന്ന ഒരു വലിയ വ്യാപാരി. വ്യാപാരം കേട്ടാൽ നിങ്ങൾ വിചാരിക്കും അതാണോ വലിയ വ്യാപാരി എന്ന്. ചാക്ക് കച്ചവടക്കാരനാണ്. എന്നുവെച്ചാൽ ഇവിടെ സൈക്കിളെ കെട്ടി വെച്ചുകൊണ്ട് 10 ചാക്കും കൊണ്ട് പോകുന്നവനല്ല. ലോറി കണക്കിന് കൽക്കട്ടയിൽ നിന്ന് ചാക്ക് കൊണ്ടിറക്കി കേരളം മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അവിടെ പ്രാർത്ഥിക്കാൻ പോയ കോട്ടയത്തുകാർ വലിയൊരു ഉണ്ടെങ്കിൽ ബദേൽ ഇലക്ട്രിക്കൽസിലെ രാജു, നമ്മുടെ പുതിയ നിയമം NIV ട്രാൻസ്ലേഷനിൽ മലയാളത്തിലൊക്കെ ആക്കിയ TM മാത്യു, പെരിങ്ങരക്കാരനാകുന്ന ചാക്കോച്ചൻ എന്ന് പറയുന്ന ഞാൻ, തിരുവല്ലയിൽ വെച്ച് 2 പേരെ കുത്തിക്കൊന്ന റെന്നി ജോർജ്, പിന്നെ ഒരു ഷാബു ആൻഡ്രൂസ്, ഞങ്ങൾ ഇത്രയും പേരാണ് ചാക്ക് കച്ചവടക്കാരനായ കള്ളുകൂടിയനെ മാനസാന്തരത്തിലേക്ക് നയിക്കാനുള്ള പ്രാർത്ഥനയ്ക്ക് പോയത്. ഞങ്ങൾ വലിയ കൊട്ടാരം പോലെയുള്ള വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നല്ല ഞുറിയിട്ട മുണ്ടും കച്ചമുറിയൊക്കെ ഉടുത്ത, ചട്ടയൊക്കെ ധരിച്ച, ഈ കുട്ടകത്തിൻ്റെ വലിയ വളയം പോലുള്ള സ്വർണ്ണ വളയമൊക്കെ ഇട്ട ഒരു അമ്മച്ചി, ആഠ്യത്വമുള്ള അമ്മച്ചി ഞങ്ങളെ എതിരേൽക്കാൻ നിന്ന കൂട്ടത്തിൽ ചോദിച്ചു, ഈ പെരിങ്ങരയെന്ന് വന്നിരിക്കുന്ന ഉപദേശി ആരാ? ഞാൻ പറഞ്ഞു ആരാ? കുഞ്ഞിങ്ങോട്ട് വന്നേ. ചെന്നു, എൻ്റെ കുഞ്ഞേ, വല്ല പെന്തിക്കോസി പോയാലും വേണ്ടുകയില്ല, ഈ കുടിയൊന്ന് മാറ്റിത്തന്നാൽ മതി എന്ന് പറഞ്ഞാൽ, ഈ കുടിച്ചോടെ കിടക്കുന്നതിനേക്കാൾ നാണം കെട്ട പണിയാണ് പെന്തിക്കോസെങ്കിലും കുടിയൊന്ന് മാറ്റി കിട്ടിയാൽ നല്ലതാ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ മക്കളെ, ഞങ്ങൾ കയറി ഞങ്ങളുടെയൊക്കെ അല്പ സാക്ഷ്യവും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇവന് രക്ഷിക്കപ്പെടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ദൈവമക്കളെ, ഞാനാണ് വലിയ ഉപദേശിച്ച് എന്ന കൂട്ടത്തിൽ. അപ്പം ഞാനിവനെ രക്ഷിക്കപ്പെടാനുള്ള വാചകമൊക്കെ പറഞ്ഞു കൊടുക്കാൻ പോയപ്പോൾ അവൻ പറയും, സാർ അവിടെ ഇരിക്കേ, പാമ്പ് കടിച്ച് എത്താലും നല്ല മൂക്കം കടിച്ച് ആകണം. ഞാൻ ഇന്ന് രക്ഷിക്കപ്പെട്ട് നാളെ സ്നാനപ്പെട്ട് എവിടെയെങ്കിലും എനിക്ക് ഒരു സാക്ഷ്യം പറയാനൊക്കെ ഒരു ചാൻസ് കിട്ടിയാൽ, പെരിങ്ങരക്കാരൻ ചാക്കോച്ചൻ എന്ന് പറഞ്ഞാൽ ആരറിയാനാ? അതുകൊണ്ട് റെന്നി ജോർജ് എനിക്ക് ഈ സാക്ഷ്യം പറഞ്ഞു തരണം. കാരണം പുള്ളി 2 എണ്ണത്തിനെ കൊന്നച്ചാ വന്നിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അവൻ്റെ നോട്ടത്തിൽ ദൈവത്തിന് മക്കൾ ഇതൊരു വലിയ ക്രെഡിറ്റാണ്. റെന്നി ജോർജ് പറഞ്ഞു, ചാക്കോച്ചായം പറഞ്ഞു തന്നിട്ട് രക്ഷിക്കപ്പെടാൻ വയ്യാത്ത നിനക്ക് ഞാൻ പറഞ്ഞിട്ട് രക്ഷിക്കപ്പെടാൻ സാധ്യത കുറവാണ്. ഞങ്ങളിലേക്ക് പോരുന്നു. 13ാമത്തെ ദിവസം കുമരകത്തിന് പോകുന്ന ചെറിയ പള്ളി എന്ന് പറയുന്ന ജംഗ്ഷനിൽ ലോറി കയറി ആൾ മരിച്ചു. പേടിപ്പിക്കാൻ പറയല്ല, നിനക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നാളത്തേക്ക് മാറ്റല്ലേ. ജവഹർലാൽ നെഹ്റു വന്ന് വാചകം പറഞ്ഞിട്ട് ഞാൻ രക്ഷിക്കപ്പെടുത്തുള്ളൂ എന്ന് പറയുന്ന ആ മസിലിപ്പിടുത്തമൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടെ. ജവഹർലാൽ നെഹ്റുവിന് കിട്ടാത്ത പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എനിക്ക് നിങ്ങങ്ങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ, ആളിൻ്റെ നിറവും പൊക്കുമെന്ന് നീ നോക്കണ്ട. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനി സംശയമുണ്ടെങ്കിൽ നമുക്ക് ശമൂവേലിനെ ഒന്ന് വരുത്താം. അവന്റെ മുഖമോ അവന്റെ പൊക്കമോ നോക്കണ്ട. കാരണം എന്താണെന്നറിയാമോ? ഞാൻ അവനെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി അവൻ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, ഒരു സ്തോത്രം പറയാൻ പോലും നിനക്കൊരു ചാൻസ് ഈ ഭൂമിയിലുള്ള ഒരു ഉപദേശം തരുമെന്ന് വിചാരിക്കണ്ട. നിനക്ക് കിട്ടിയിരിക്കുന്ന ചാൻസ് നീ ഉപയോഗിക്കണം. ഞങ്ങളുടെ ഒരു വലിയ അപ്പസ്വലനായ PM ഫിലിപ്പ് സാർ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം 12 വയസ്സുള്ള ബാലനായിരുന്നപ്പോൾ ഏതോ വലിയ ഉപദേശിമാർ അദ്ദേഹത്തെ മേശയുടെ പുറത്ത് കയറ്റി വെച്ച് സാക്ഷ്യം പറയിപ്പിച്ചിട്ടുണ്ട്. 1000 പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ചോദിച്ചു, അപ്പച്ചനാരെങ്കിലും മേശപ്പുറത്ത് കയറ്റിയിട്ടുണ്ടോ? ചോദിക്കാൻ പാടില്ലെങ്കിലും ചോദിച്ചു. ആരെയും കയറ്റിയിട്ടില്ല, ഇനി ആരെയും കയറ്റത്തില്ല. നിനക്കവൻ വഴിയൊരുക്കിയിട്ടാണ് നിന്നെ വിളിച്ചിരിക്കുന്നെങ്കിൽ അവൻ വിളിച്ച വയ്യ നീ പോയാൽ മതി. എവിടെ വെച്ച് നിന്നെ ഉയർത്തണമെന്ന് അവനറിയാം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. ദൈവത്തിന് മക്കളെ, ഇതാരുടെ ദാനീയമോ സൗജന്യമോ ഞാൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നീ വന്നതെന്നൊന്നും പറയാൻ ഇടയാക്കാതെ വണ്ണം നിനക്ക് മാത്രമായി അവകാശം തന്നിരിക്കുന്ന ആത്മീയ ശുശ്രൂഷകളിൽ തൽപരരായി മുൻപോട്ട് പോകാൻ ഇടയായി തീർന്നാൽ, ഒരു സർക്കിളിൻ്റെ അകത്തൊന്നുമല്ല നീ കിടക്കുന്നത്. നിന്നെ ദൈവം അങ്ങ് പറപ്പിക്കും. പറപ്പിക്കും എന്ന് പറഞ്ഞാൽ പറപ്പിക്കും, പറപ്പിച്ചിരിക്കും.
വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ നാമം ഹേതുവായി പരിധിയില്ലാത്ത ഉയരങ്ങളിലേക്ക് ഉയരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പേ ദൈവത്തിന് മക്കളെ ചിലർ ഇതിൻ്റെ അകത്ത് വരും. കഞ്ഞിക്കില്ലാത്തവനോ റേഷൻ കാർഡില്ലാത്തവനോ APL BPL ഒന്നും പറയാൻ എനിക്കറിയത്തില്ലെങ്കിലും ഉന്നതന്മാരെന്ന് ലോകം പറയുന്ന ചിലർ സമാധാനം നഷ്ടപ്പെട്ടിട്ട് ഇതിൻ്റെ അകത്ത് ഓടിക്കേറി വരുമ്പോൾ ഷിജു പാഷയുടെ കയ്യിൽ എൻ്റെ നമ്പർ ഇരിപ്പുണ്ട്, ഒന്ന് വിളിച്ചേക്കണം. പാഷറ പ്രവചനം നടന്നിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ നിൻ്റെ വയറ്റുവേദനയൊന്നൊരു വിഷയമല്ല, നിൻ്റെ കക്ഷത്തിലെ മുഴയൊരു വിഷയമല്ല, നിൻ്റെ ഭർത്താവിൻ്റെ കുടിയൊരു വിഷയമല്ല. അതൊക്കെ അവൻ ക്ലീൻ ഇമേജ് ആക്കി തന്നിരിക്കുന്നു. അവൻ അതിനെയൊക്കെ മാറ്റിയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ വാക്കുകളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. എന്നെ ഒരു പരിചയവുമില്ലാതിരുന്ന് ഇവിടെ വിളിച്ചു. പണ്ട് പരിചയമുണ്ടായിരുന്നു. ശുശ്രൂഷിക്കാൻ സമയം തന്നു. എല്ലാ ഒത്താശകളും ചെയ്ത കർത്താവിൻ്റെ ദാസന്മാർ നിങ്ങളെല്ലാവരോടുള്ള നന്ദിയും സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് ദൈവസേനയിൽ ഇരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. ദിവസപ്രദർശനം സ്വീകരിച്ച് ഈ പകൽക്കാലം കടന്നു. ഈ പകൽക്കാലം രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട സുഷിത കർത്താവിൻ്റെ ദാസന കുടുംബത്തിന് ദൈവസഭയുടെ പേരിൽ വ്യക്തികളുള്ള നന്ദി അറിയിക്കുന്ന കരങ്ങൾ ഉയർത്തി കർത്താവിനെ ശ്രദ്ധിച്ചാട്ടെ ശക്തിയോടെ. സ്തോത്രം. കൊരിന്ത്യ ലേഖനം പൗലോസ് എഴുതി 2 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു ശ്രേഷ്ഠമായ പദം പറയുന്നുണ്ട്. ഞാൻ സിൽവാനോസും തിമോത്തിയോസും ഇന്നലകളിൽ പ്രസംഗിച്ച യേശു ഒരിക്കൽ ഊവെന്നും മറ്റൊരിക്കൽ ഇല്ല എന്നുമായിരുന്നില്ല, ക്രിസ്തുവിൽ ഊവന്നേ ഉള്ളൂ. അടുത്ത വാക്ക്, ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും, ഒന്ന് എടുത്തു പറയാമോ വാക്ക്? ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും അതിന് ഊവെന്ന് തന്നെ ഉള്ളൂ. ഒന്ന് സ്തോത്രം പറഞ്ഞ ദൈവത്തിലെ സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ ഇവിടെ വചനം പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് വന്നൊരു വാക്യമാ. ഞാൻ സിൽവാനോസും തിമോത്തിയോസും, സിൽവാനോസ് എന്നുള്ള ശീലാസ, ഞാൻ ശീലാസും തിമോത്തിയോസും ഇന്നലകളിൽ പ്രസംഗിച്ച യേശു ഒരിക്കൽ ഊവെന്ന് നിന്നോട് പറഞ്ഞിട്ട് പിന്നെ ഇല്ല എന്ന് പറയത്തില്ല. ഒരിക്കൽ ഊവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാ. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അടുത്ത പദമാണ് പറഞ്ഞത്. നേരെ വചനത്തെ വേറെ ഒന്നിനെയല്ല പറഞ്ഞത്, ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ. ഒന്ന് സ്തോത്രം പറ. സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ് ചേർത്ത് പറഞ്ഞ് നമ്മളൊന്ന് ആരാധിക്കാൻ പോകുക. സന്തോഷമുള്ളവരൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. വാക്തത്വം കേട്ട മോശയെ വെള്ളത്തിനകത്ത് വീണ് നിന്റെ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതുകൊണ്ടാണല്ലോ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവരെന്ന് ഹല്ലേലൂയ ഫറവോന്റെ മോളിൽ നിന്ന പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ എന്ന അപരനാമത്തിൽ നിന്ന് അറിയപ്പെടാനുണ്ടായ കാരണം വെള്ളത്തിൽ വീണത് കൊണ്ടാണ്. ഒന്ന് സ്തോത്രം പറ. എല്ലാവർക്കും ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാം. നാം ഇന്ന് രാവിലെയും രാത്രിയിലും കേട്ടത് നാം ആരാധിക്കുന്ന, നാം വിളിക്കുന്ന യേശുവിന്റെ നാമത്തിന്റെ ശ്രേഷ്ഠതയാ. സന്തോഷമുണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മൾ ചേർന്ന് പാടി കർത്താവിനെ നമ്മൾ ആരാധിക്കാൻ പോകുക. മേൻ യെസ്. വെളിപ്പെടുമേ അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം.
ആത്മാവിനെ എത്ര അധികം നൽകുമെന്ന് അരുളി ചെയ്ത കർത്താവിന്റെ കരം. ദൈവജനമേ, നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസണ്ടാക്കാം. ഈ നല്ല രാത്രികാലവും കർത്തൃപാദപീഠത്തിലായിരിക്കാൻ, കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ദൈവദാസന് കൂടെ കർത്താവ് നമ്മെ കേൾപ്പിച്ച എല്ലാ വചനങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യുക. അകത്തളങ്ങൾ അടയ്ക്കപ്പെട്ടാലും അതിനെ ഓപ്പർച്യൂണിറ്റിയാക്കി മാറ്റി പുത്തൻ ഭാന്താവുകളിലേക്ക്, വാഗ്ദത്തത്തിന്റെ മണ്ഡലങ്ങളിലേക്ക് നമ്മെ നടത്തുന്ന, ഹല്ലേലൂയ, ശത്രുവിന്റെ ആഴങ്ങളെ ശാസിച്ച് തന്റെ നാമത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം നമ്മെ നടത്തുന്ന കർത്താവുണ്ടെന്ന്. ഓ ശകന രഗതുരി റംബദാര വൽപവാദരാവര അടഗലാദരാവരാവര ശംദരവലവലവല അതല രഗദരവല വദിര രഗദരവല വദിര രഗദരവലവല അക്ഷരാദി യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് നമ്മെ കേൾപ്പിച്ചല്ലോ. വചനം സംസാരിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. കുടുംബമായി കർത്താവ് ആദരിക്കേണ്ടതിന് ആയിരിക്കും തലങ്ങളിൽ കർത്താവിന്റെ ഏറിയ കൃപ കൽപ്പിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവസ്ഥലായിരിക്കും ദൈവദാസന്മാരെ, ദൈവജനത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പൂർണ്ണമായി വിശ്വസിക്കുന്ന, ഭാഗ്യമായി വിശ്വസിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. വരും സെക്ഷനുകളെ കർത്താവ് അനുഗ്രഹിക്കുവാൻ, ക്ഷണിക്കപ്പെട്ട ദൈവദാസന്മാരെ ആത്മബലത്തോടെ നിർത്തുവാൻ, ഈ വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നാം എല്ലാവരും ആത്മാവിശ്വാസത്തോടെ ദിവസത്തിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടി എം ഗോശി അവർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ ദാസൻ കെ ജോസഫ് സാർ ആശീർവാദം പറഞ്ഞ് ഈ രാത്രിയിലെ മീറ്റിംഗ് അവസാനിപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹീതമായ രാത്രിക്കായി വീണ്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ ഈ രാത്രി സമയം തിരുപാദപീഠത്തിലായിരിക്കാനും അങ്ങയുടെ മാറ്റമില്ലാതെ വചനം കേൾപ്പാനും ദൈവം ഞങ്ങളെ വീണ്ടും സഹായിച്ച അവിടുത്തെ വലിയ സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് വാഗ്ദത്തങ്ങൾ വിശ്വസ്തനെന്ന് പിന്നെയും ഞങ്ങളെ കേൾപ്പിച്ച ആ വലിയ മഹാസത്യത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. കർത്താവ് അങ്ങയാൽ വിളിക്കപ്പെട്ടവർക്ക് സകലതും കർത്താവ് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നുവെന്ന് ഇന്ന് രാത്രികാലം അങ്ങയുടെ വിലയേറിയ ഭക്തനിലൂടെ ഞങ്ങൾക്ക് കർത്താവെ ആലോചന പിന്നെയും കേൾപ്പിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവെ അവിടുത്തെ ആത്മാവ് ശക്തമായി ഞങ്ങളുടെ മധ്യയിൽ ഇടപെട്ടതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. ഉപവസിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി നന്ദിയോടെ സ്തോത്രം. ഇത്രത്തോളം ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തിയാൽ നന്ദിയോടെ സ്തോത്രം. ഈ ദിവസങ്ങൾ ഞങ്ങളുടെ മുൻപിൽ വരുന്ന ഓരോ കർത്താവ് അവസരങ്ങളും ഞങ്ങൾ മുതലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ സഭയായി, കുടുംബങ്ങളായി, വ്യക്തികളായി ദേശത്ത് കർത്താവ് ഞങ്ങളെ എല്ലാവരെയും ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉപവസിച്ച ഇതിൽ കടന്നു വന്ന ഒരു കുഞ്ഞു പോലും ബലഹീനമായി തീരുവാൻ ഇടയാകാതെ വേണം ആത്മാവിൻ്റെ അത്യന്ത ശക്തി ഏറ്റെടുത്തുകൊണ്ട് ഈ ദിവസങ്ങൾ മുൻപോട്ട് പോകുവാൻ എല്ലാവരെയും അവിടുന്ന് ആത്മാവിന്റെ പുതുബലത്താൽ കർത്താവ് നിറച്ച് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയായി ഇവിടുന്ന് അത്ഭുതകരമായി വഴി നടത്തണമേ കർത്താവേ. ഉപവസിക്കുന്ന ദൈവദാസന്മാർക്കായി, ദൈവമക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ കർത്താവിന്റെ വചനം ഞങ്ങളുടെ മധ്യയിൽ ആത്മാവിൽ കർത്താവ് വെളിപ്പെടുത്തിയ കർത്താവെ, ആത്മാവിന്റെ അഗ്നിയെക്കുറിച്ച് വീണ്ടും ഞങ്ങളോട് ഇടപെട്ട് അങ്ങ് ജീവിക്കുന്ന ദൈവമെന്ന് മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷ്യം പറഞ്ഞ് മുൻപോട്ട് പോകത്തക്കവണ്ണം പ്രത്യേക അനുഭവങ്ങളിലൂടെ എല്ലാവരെയും അവിടുന്ന് വാർത്തെടുക്കുന്നതിനാൽ നന്ദി
നന്ദിയോടെ സ്തോത്രം. എല്ലാ വിടുതലിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കേൾപ്പിച്ച ആലോചനകൾക്കായി സ്തോത്രം. വരും ദിവസങ്ങൾ അവിടെ ഞങ്ങളുടെ മധ്യേ പ്രവർത്തിക്കുന്നതിനാൽ സ്തോത്രം. വലിയ വിടുതലോടെ കർത്താവ് ഉപവസിക്കുന്നവരെ അവിടെ എഴുന്നേൽപ്പിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. തൃക്കരങ്ങളിൽ എല്ലാ വിഷയങ്ങളും ഏൽപ്പിക്കുന്നേ നാഥ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. മാനവും മഹത്വവും കർത്താവിന് തരുന്നു. സകലതും യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ സ്വർഗ്ഗ പിതാവേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയുടെ നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിയെടുത്ത വിരുദ്ധാത്മാവിൻ്റെ സംസ്കൃതവും കൂട്ടായ്മയും കാവലും നാം ഏവരോടും വിശേഷാൽ ഇന്ന് വചനം ഐശ്വര്യമായി ഘോഷിച്ച ദൈവവൃത്യനോടും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. വേഗം വരുന്ന കർത്താവിന് മഹത്വം. ലേലി ലേലി ലേലി. ആമീൻ. കർത്താവായ യേശുവേ വേഗം വരണമേ.